Hello, welcome to market discussion of the day. Today is September 18, 2025. Thursday ആണ്. സോ നമുക്ക് ഇന്നലെ മാർക്കറ്റ് ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആയിരുന്നുള്ളൊരു കാര്യം അല്ലേ. സോ ഇൻട്രസ്റ്റ് റേറ്റ് UK ടൈമിംഗ് 7 മണിക്കാണ് ഈ ഒരു ന്യൂസ് വന്നത്. ഇന്ത്യൻ ടൈമിംഗ് രാത്രി ഓൾമോസ്റ്റ് 12 മണിക്കായിരിക്കാം ഈ ഒരു ന്യൂസ് വന്നിട്ടുണ്ടാവുക. സോ ഭയങ്കര വലിയൊരു ക്യാൻഡിൽ. സോ 1 അവർ ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 46 വരെ പോയിട്ടുണ്ട്. മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ 3707 വരെ പോയിട്ടുണ്ട്. 706 ലെവൽ വരെയാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. ഓൾമോസ്റ്റ് എത്രയാണ് $57-60 മൂവ്മെൻറ്റ്, ഒരു സിംഗിൾ ക്യാൻഡിൽ മൂവ്മെൻ്റ് ആണ് ഇന്നലെ ഉണ്ടായത് അല്ലേ. സോ ബേസിക്കലി നമ്മളൊരു 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലോട്ടൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ ക്യാൻഡിൽ അല്ലേ. സോ ഈ ഒരു ഒറ്റ ക്യാൻഡിലിൻ്റെ മൂവ്മെൻ്റ് ആണിത്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും വലിയ മൂവ്മെൻ്റ് ആണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്, ഒരു സിംഗിൾ ക്യാൻഡിൽ മൂവ്മെൻറ്റ്. സോ അത് ഭയങ്കര വലിയൊരു മൂവ്മെൻ്റ് ആണ്. ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല ഇത്രയും വലിയ ഒരു 1 അവർ ക്യാൻഡിൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ വേൾഡിൽ തന്നെ ബാക്കി ഇപ്പോൾ US അല്ല, ബാക്കി എല്ലാ കൺട്രീസിൻ്റെയും ഫിനാൻഷ്യൽ ഡിസിഷൻസ് വരെ മാറ്റുന്ന ഒരു തീരുമാനമാണ് ഇന്നലെ ഉണ്ടായതല്ലേ. സോ നമുക്ക് ബേസിക്കലി ഫസ്റ്റിൽ നമുക്ക് ആ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് എന്താണ് ന്യൂസ് വന്നതെന്ന് നോക്കാം. ഓക്കെ, സോ ഇന്നലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓൾമോസ്റ്റ് 4.50 നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത്. 4.25 കുറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അല്ലേ. അതിനുശേഷമുള്ള FOMC പ്രസ് കോൺഫറൻസും ഉണ്ടായിരുന്നു. സോ അത് കുറച്ചതിലൂടെ ആക്ച്വലി ഗോൾഡ് മുകളിലോട്ടാണ് പോകേണ്ടത്, പക്ഷേ ഗോൾഡ് മുകളിലോട്ട് പോവാതെ താഴോട്ട് പോവുകയാണ് ചെയ്തത്. അത് തന്നെ അതുകൊണ്ടിട്ടാണ് ആക്ച്വലി മാറി നിൽക്കണം എന്ന് പറയുന്നത് അല്ലേ. സോ നമുക്കറിയാം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ടായതുകൊണ്ടിട്ടാണ് ഗോൾഡ് ഒരു രീതിയിലും ഒരു റീട്രേസ്മെന്റ് കാണിക്കാതെ മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്നത് അല്ലേ. സോ പക്ഷേ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയും ചെയ്തു. എന്നിട്ട് മാർക്കറ്റിന് എന്ത് സംഭവിച്ചു? മാർക്കറ്റ് ഡംപായി, മാർക്കറ്റ് താഴോട്ട് പോയി, ഗോൾഡ് താഴോട്ട് പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ടിട്ട് ന്യൂസ് വരിക എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു ബൈ എടുക്കുക, ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതിൻ്റെ റീസൺ ഇതാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനായിട്ടുള്ളത്. ഇങ്ങനെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വരുന്ന സമയത്ത് മാറി നിൽക്കുക. നമുക്കറിയില്ലല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. വെറുതെ എന്തിനാണ് നമ്മൾ ട്രേഡ് ചെയ്ത് വെറുതെ നമ്മുടെ പൈസ കളയുന്നത് അല്ലേ. സോ അതാണ് ഫസ്റ്റിൽ പറയാനായിട്ടുള്ളത്. രണ്ടാമത്, ഇന്നത്തെ ദിവസം നമുക്ക് ലഗാർഡിൻ്റെ സ്പീച്ച് ഓൾറെഡി കഴിഞ്ഞു യൂറോ സോണിൽ നിന്ന്. അതിനുശേഷം നമുക്ക് ഇന്ന് 12 മണിക്ക് നമ്മുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. സോ നമുക്കറിയാം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ, കുറച്ചാലോ കൂട്ടിയാലോ മാറ്റം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലും എന്താണോ ഫെഡ് ചെയ്യുന്നത് അതേപോലെയാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും മിക്കവാറും ചെയ്യാറ്. ഓക്കെ, സോ ചിലപ്പം ഇന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ റേറ്റ് ഇനി 0.25% കുറയ്ക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എനിക്കറിയില്ല കേട്ടോ, പോസിബിലിറ്റി ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ ഉച്ചയ്ക്ക് 1:30 മണിക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസ് ഉണ്ട്. അതിനുശേഷം പ്രത്യേകിച്ച് ഈ 2 ന്യൂസുകൾ മാത്രമേ ഉള്ളൂ ഇന്നത്തെ ദിവസം. അത് നാളെ നമുക്ക് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. സോ ബാങ്ക് ഓഫ് ജപ്പാൻ JPY ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് സൂക്ഷിച്ചിരിക്കുക. കാരണം വെളുപ്പാങ്കാലത്താണ്, അല്ലെങ്കിൽ രാത്രി ഇന്ത്യൻ ടൈമിംഗ് 12 മണിക്കൊക്കെ ആയിരിക്കും ഈ ഒരു ന്യൂസ് വരുന്നത്. രാവിലെ 7 മണി UK ടൈമിംഗ് 7 മണിക്ക് നമുക്ക് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ പ്രസ് കോൺഫറൻസും ഉണ്ട്. ഓക്കെ, ലഗാർഡിൻ്റെ സ്പീച്ച് നാളെ ഉണ്ട്. അപ്പം നാളെ ഭയങ്കരമായൊരു ടെക്നിക്കൽ വീക്ക് ഒന്നുമില്ല, ഗോൾഡിനെ ഒന്നും വലിയ രീതിയിലൊന്നും ബാധിക്കാനായിട്ടുള്ള ന്യൂസുകൾ ഇന്നും നാളെയും ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച്, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് ഈ ആഴ്ച അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. 2 ആഴ്ച കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാരും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമുക്ക് ടെക്നിക്കൽ സൈഡിൽ പോകുന്നതിന് മുന്നേയായിട്ട് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ. കാരണം ഒരുപാട് ആൾക്കാർ അവരുടെ
എന്താ പറയുക, പുതിയ ബ്രോക്കേഴ്സിന്, നല്ല ബ്രോക്കേഴ്സിനെ നോക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ പല വിഡ്രോവൽ പ്രോബ്ലംസും ഒക്കെ ഫേസ് ചെയ്യുന്നത് കൊണ്ടിട്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്നൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലുള്ള റെഗുലേഷൻസും, UK റെഗുലേഷൻ, UAE റെഗുലേഷൻ, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക എന്നീ മേജർ രാജ്യങ്ങളുടെ റെഗുലേഷൻസിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, നമുക്ക് നല്ല രീതിയിലുള്ള ബോണസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ബോണസ് ഇൻ ദ സെൻസ് നമുക്ക് എപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്താലും 20% ബോണസ് അവർ തരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഫസ്റ്റ് ഡെപ്പോസിറ്റിന് മാത്രം 50% ആദ്യത്തെ $500 കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ബേസിക്കലി ഒരു $1,000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു $1,450 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ നേരെ നമ്മളുടെ മാർക്കറ്റ് ഡിസ്കഷൻ, ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPY തന്നെ പോവാം. JPY 147.2429. അപ്പോൾ ഇന്നലെ നമ്മൾ JPYയിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞതിൻ്റെ റീസൺ കണ്ട. സോ JPY ഇന്നലെ 146 വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂസിന് മുന്നേ മാറണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 146 മേടിച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് 145.40 അവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഇടാൻ പറഞ്ഞത്. പക്ഷേ എടുത്തിട്ടുള്ള ആൾക്കാർക്കൊന്നും സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടില്ല. ഓക്കെ, പക്ഷേ നമുക്കറിയില്ല, ജസ്റ്റ് മിസ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് മാറി നിൽക്കാനായിട്ട് പറഞ്ഞത്. ഇന്ന് 140 റീട്രേസ് ചെയ്ത് 147.26 നിൽക്കുന്നു. സോ ഇന്ന് എന്താണ് ഇന്ന് നമ്മൾ ചെയ്യാനുള്ളതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി പറയാനായിട്ടുള്ള 147 അവിടെ നിന്ന് വേണമെങ്കിലും ഒരു ബൈ ചെയ്ത് മുന്നോട്ട് പോവാം കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ലാത്ത കാര്യമാണ്. 147 അവിടെ നിന്നുള്ളൊരു ബൈ ആണ് എനിക്ക് JPYയിൽ റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ളത്. 146.40 താഴെ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ട് ഇടുകയും ചെയ്യണം. അതാണ് JPYയിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, JPY നമുക്ക് 148 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ സെല്ലും ചെയ്യാം കേട്ടോ. 147, 148 ആ റേഞ്ചിലാണല്ലോ JPY അല്ലേ. സോ നമ്മൾ സേഫ് ആയിട്ടിരിക്കാനാണെങ്കിൽ നമ്മൾ കറൻസി ട്രേഡിങ് വളരെ നല്ലതാണ്. അതുകൊണ്ടിട്ടാണ് JPY നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് തരികയും ചെയ്യുന്നുണ്ട് അല്ലേ. സോ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം 1.18253 നിൽക്കുന്നു. സോ ബേസിക്കലി യൂറോ ഒരു ഹൈയിൽ നിൽക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ സെല്ല് ചെയ്യാം. ഞാൻ ചെറിയൊരു സെല്ല് എടുത്തിട്ടുണ്ട് രാവിലെ. ഓക്കെ, 1.1800 സെല്ല് ചെയ്യുന്ന ആൾക്കാർ 1.1870 അവിടെയെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളൊരു കാര്യം മറക്കാതെ ചെയ്യുക. കാരണം അറ്റ്ലീസ്റ്റ് ആ ബോഡി പോയതിൻ്റെ മുകളിലായിട്ട് എങ്കിലും നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം. 1.1870 അല്ല, അതിൻ്റെ കൂടെ കുറച്ചും കൂടെ മുകളിലോട്ട് വെച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇന്നലെ സെല്ല് എടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടാവും. പക്ഷേ ഉറപ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം. സോ ഇതൊക്കെ കൊണ്ടിട്ടാണെങ്കിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത മൂവ്മെൻറ്റ്സ് മാർക്കറ്റിൽ ഉണ്ടാവുന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനത്തുള്ള ദിവസങ്ങളിൽ മാറി നിൽക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇന്ന് നമുക്ക് സെല്ലെടുത്ത് വേണമെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് വേണമെങ്കിൽ സെല്ലെടുക്കാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ളത്. കാരണം ഇത് യൂറോയുടെ ഒരു ഹൈ ആണ്, ഭയങ്കര വലിയൊരു ഹൈ ആണ് നിൽക്കുന്നത്. ഒന്നുകൂടെ 1.1500 കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലായതുകൊണ്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് സെല്ല് ചെയ്യാനായിട്ട് പറയുന്നത്. സെല്ലബിൾ പ്രോഡക്റ്റ് അല്ല യൂറോ. 1.1500 അവിടുന്ന് ബൈ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യവും. പക്ഷേ ഇവിടുന്ന് വേണമെങ്കിലും നമുക്ക് സെല്ലെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ എന്താ പറയുക, നമ്മൾ നേരെ നമ്മളുടെ GBPയിലോട്ട് വരുമ്പോൾ GBP 1.3630 നിൽക്കുന്നു. എന്താ പറയുക, GBPയിൽ എനിക്ക് പറയാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് GBPയെ പറ്റി എനിക്ക് വലിയ ഗ്രാഹ്യം ഇല്ല. ആക്ച്വലി ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ആക്ച്വലി എനിക്കറിയില്ല. നമുക്ക് താഴെ വീണ് കിട്ടിയാൽ 1.3500 ബൈ ചെയ്യാം എന്നുള്ള കാര്യം മാത്രം അറിയാം. സെല്ലബിൾ പ്രോഡക്റ്റ് അല്ല എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. 1.3500 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ ഇവിടെ ഒരുപാട് കഴിഞ്ഞ വീക്കെൻഡിലൊക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ തിങ്കളാഴ്ച സംസാരിച്ചു, ശനിയാഴ്ചത്തെ മാർക്കറ്റ് ഡിസ്കഷൻ സംസാരിച്ചു അല്ലേ. സോ എന്താ പറയുക, മിഡ് ടേം എലക്ഷൻ നടക്കാനായിട്ട് പോകുന്നു.
അപ്പം എന്താ പറയുക, അപ്പോൾ എന്തായി തീരും എന്നുള്ളൊരു കാര്യമാണ്. ഇവിടുത്തെ പൊളിറ്റിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ബേസിക്കലി GBP മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് തന്നെ എനിക്കിപ്പോൾ ഒന്നും GBPയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. 1.3500 കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് നല്ല രീതിയിൽ താഴോട്ട് ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. 3635 ലെവലിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3630 അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യണമെന്ന്. സോ എനിക്ക് എന്തായാലും രാവിലെ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. വീണ്ടും 3630 വീണ്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ 3630 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 3618 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം, നിർബന്ധമായിട്ടും വെക്കണം. ചെറിയ ലോട്ട് എടുത്താൽ മതി, കാരണം മാർക്കറ്റ് അത്യാവശ്യം വലിയൊരു മുകളിൽ എന്താ പറയുക നല്ലൊരു ഹൈയിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് ചെറിയ ലോട്ട് സൈസിൽ എടുത്ത് മുന്നോട്ട് പോവുക. 3630 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് നമ്മളുടെ ഗോൾഡിൽ പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ സെല് ചെയ്യേണ്ട, ബൈ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം ലോകത്തുള്ള അസ്ഥിരത്വം നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടിട്ട് നമുക്ക് സെല്ലബിൾ പ്രൊഡക്റ്റ് അല്ല ഗോൾഡ്. ഓക്കെ, ബൈ ചെയ്ത് മാത്രം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഒരു കാരണവശാലും ഗോൾഡ് സെല്ല് ചെയ്യാതിരിക്കുക. ഈ ഒരു കാര്യം മാത്രം നോക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗോൾഡിൽ പല ആൾക്കാർക്കും ലോസ് വരുന്നുണ്ട്. ആ ആൾക്കാരൊക്കെ സെല്ല് ചെയ്യുന്ന ആൾക്കാരാണ് ലോസിലോട്ട് പോകുന്നത്. ബൈ ചെയ്യുന്ന ആൾക്കാരങ്ങനെ ലോസിലോട്ട് പോകുന്ന കാര്യം വളരെ ചുരുക്കമാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. ഓക്കെ, സോ എനിവേയ്സ് ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷൻ കൂടുതൽ ആൾക്കാരിലോട്ട് ഈ ഒരു വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.